തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വിനാഗിരിയും കുറച്ച് ഉപ്പും, ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 കിലോ അല്ലെങ്കിൽ ഒരു 1.25 കിലോ തൂക്കം വരുന്ന ഒരു ചിക്കന്, തൊലി കളഞ്ഞ ചിക്കന് ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെക്കണം. ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കണം. ചിക്കന് നല്ല സോഫ്റ്റും പെട്ടെന്ന് വേവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി വേറൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചൂടായ സൺഫ്ലവർ ഓയിലിൽ നിന്ന് കുറച്ച് കടലപ്പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ചൂടോടൊക്കെ സൺഫ്ലവർ ഓയിൽ കടലപ്പൊടി ചേർക്കുമ്പോൾ ഈ കടലപ്പൊടിയുടെ ഒരു പച്ച ചുവ ഉണ്ടല്ലോ, അത് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചൂടോടെ ചേർക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിലിനെക്കാട്ടിൽ ഏറ്റവും ടേസ്റ്റ് മസ്റ്റാർഡ് ഓയിലാണ്, കടുകെണ്ണ. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ചൂടുള്ള ബാക്കി ഓയിലിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ചിക്കനിൽ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുള്ള ഓയിലിലേക്ക് കാശ്മീരി ചില്ലി ചേർക്കുന്നത്. ഇനി കുറച്ച് വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈര്, ഒരു അരിപ്പയിൽ വെള്ളമൊക്കെ കളഞ്ഞ തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചൂടായ എണ്ണയിൽ ചേർത്തിട്ടുള്ള കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചൂടായ എണ്ണയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കടലപ്പൊടി ഉണ്ടല്ലോ, അതും ഈ ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണ് ഗരം മസാല, അതുപോലെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ബ്ലാക്ക് സോൾട്ട് അതാണ് ചേർക്കുന്നത്. സാധാ ഉപ്പും ചേർക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് ബ്ലാക്ക് സാൾട്ട് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള തന്തൂരി ചിക്കൻ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതും കുറച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചാട്ട് മസാലയും ഒരു 3/4 ടീസ്പൂൺ ചാട്ട് മസാലയും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കസൂരി മേത്തി നന്നായിട്ട് ചൂടാക്കിയിട്ട് അതൊന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഒരു നാരങ്ങയുടെ നീരും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ബ്ലാക്ക് സാൾട്ട് കൂടാതെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ക്യാമറ ഓഫ് ആയതുകൊണ്ട് അത് കാണുന്നില്ല. പിന്നെ കളറ് വേണ്ടവർക്ക് കുറച്ച് കളറും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം വാലാൻ വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ചിക്കൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് വരയണം കേട്ടോ. എന്നിട്ട് വേണം അതിൻ്റെ വരഞ്ഞ ഭാഗത്ത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിത് തലേന്ന് രാത്രി മാരിനേറ്റ് ചെയ്തിട്ട് പിറ്റേന്നാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ചിക്കൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീതിയുള്ളൊരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പീസ് അലുമിനിയം ഫോയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിൻ്റെ വെള്ളം ഓയിലൊക്കെ ഇട്ടിട്ട് കുക്കർ ചീത്തയാവാതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒരു റൗണ്ട് ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തട്ട് വെച്ചിട്ട് അതിലാണ് ഈ ചിക്കൻ വെക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ബേക്ക് ചെയ്തെടുക്കണം. ആ ബേക്ക് ചെയ്യുമ്പോൾ കുക്കറിന് വാഷർ ഇടാൻ പാടില്ല, വെയിറ്റും വെക്കാൻ പാടില്ല. എന്നിട്ട് വേണം ലോ ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് ഒരു 1.25 കിലോ വെയിറ്റുന്ന ചിക്കൻ ആയതുകൊണ്ട് എനിക്ക് അരമണിക്കൂർ എടുത്തിട്ടോ ബേക്ക് ചെയ്യാൻ. എന്നിട്ട് ഇതിനൊരു സ്മോക്കി ഫ്ലേവർ വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചാർക്കോൾ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. നല്ലൊരു തന്തൂരി ചിക്കൻ്റെ ടേസ്റ്റും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് തുറന്ന് നോക്കിയിട്ട് ചിക്കൻ വെന്തോ നോക്കാം കേട്ടോ. ഫോർക്ക് കൊണ്ട് കുത്തി വയ്ക്കാൻ മതി. നല്ല സോഫ്റ്റുള്ള ചിക്കനായിട്ട് നമുക്കിത് ബേക്കായി കിട്ടും.
5 മിനിറ്റിന് ശേഷം കുക്കറിൽ നിന്ന് ആ ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് പോലത്തെ ഒരു ഇതിൽ വെച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ഗ്യാസ് ഓണാക്കുക. എന്നിട്ട് ആ ബർണറിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ചിക്കൻ 2 ഭാഗം ഇങ്ങനെ കത്തിച്ചിട്ടൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന് ചീത്തയാവും, കാരണം അതിൻ്റെ നീര് ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് കച്ചറയാവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനത് ഇതിമെന്ന് എടുത്തിട്ട് എയർ ഫ്രയറിലാണ് കേട്ടോ 2 ഭാഗം മുരിച്ചെടുക്കണത്. അപ്പോൾ എയർ ഫ്രയർ ഇല്ലാത്തവർ ഇതേപോലെ ഗ്യാസിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഒന്ന് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് മുരിച്ചെടുക്കാം. ഇത് ഞാൻ എയർ ഫ്രയറിൽ ഒന്ന് മുരിച്ചെടുക്കുകയാണ്. അപ്പോൾ എയർ ഫ്രയറിൽ ഇത് വെച്ചിട്ട് ചിക്കൻ വെച്ചിട്ട് ചിക്കൻ്റെ മോൾ ഭാഗത്ത് ഞാൻ ഓയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. എല്ലാ ചുറ്റുഭാഗവും ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്തിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം അതെടുത്തിട്ട് മറിച്ചിടുക. തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ കുക്കറിൽ അടിഭാഗത്ത് അധികം മസാലയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് മറിച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളെ മസാലയിലെ ബാക്കി ഉള്ള കുക്കറിൽ ആ പ്ലേറ്റിൽ വീണെടുക്കുന്ന മസാല, അല്ലെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത പാത്രത്തിലുള്ള മസാലയിൽ നിന്ന് കുറച്ചൊക്കെ ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി പ്ലെയിനായി കിടക്കുന്നിടത്തൊക്കെ ഈ മസാല നന്നായിട്ട് തേച്ചിട്ട് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്തിട്ട് വീണ്ടും 200 ഡിഗ്രിയിൽ 5 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചിക്കനാണ്. എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.